ഹലോ, ജുബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ചിക്കൻ റോസ്റ്റ് ഇവിടെ മോന് ചിക്കൻ ഇല്ലാതെ പറ്റൂല, ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്തായാലും ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 വലിയ വലിയുള്ളി കേട്ടോ. വലിയുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കില്ല അതുപോലെ നന്നായിട്ട് നമ്മൾ ബിരിയാണി റൈസിന് മൂപ്പിച്ചെടുക്കില്ല അതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ നമ്മളെ ഇഷ്ടത്തിനാണല്ലേ ഉപയോഗിക്കുന്നത്, എത്ര വേണ്ടതെന്നൊക്കെ. ഒരു 2 ടൊമാറ്റോ, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ പെപ്പർ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത കേട്ടോ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചെടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കറിവേപ്പിലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. വെള്ളം ഇപ്പോൾ ചേർക്കണ്ട. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത്, കുറച്ച് ചിക്കൻ ആയതുകൊണ്ട് കേട്ടോ കുറച്ച് മസാലകൾ ചേർത്ത് നമുക്ക് എത്രയാണോ ചിക്കൻ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. 10-15-20 മിനിറ്റൊക്കെ വേണ്ടി വരും ചിക്കനും. എന്നിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ പകുതി വേവാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കട്ടെ. ഇവിടെ ഞാൻ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നില്ല. ഒരു ഡ്രൈ ചിക്കനാട്ടോ. നമുക്ക് ഒരു കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നീട്ടിയെടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് ലാസ്റ്റ് ഇനി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്, ചിലവർക്ക് മല്ലിയില ഇഷ്ടമല്ല. എന്തായാലും അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക്